പശ്ചിമേഷ്യൻ മണ്ണിൽ വീണ്ടും യുദ്ധഭീതിയുടെ കറുത്ത നിഴൽ പടരുകയാണ്. ലോക സാമ്പത്തിക മേഖലയുടെ ജീവനാഡിയായ എണ്ണ വിതരണ പാതകളെ നിശ്ചലമാക്കുന്ന തരത്തിലേക്ക് സംഘർഷങ്ങൾ വഴിമാറുമ്പോൾ ആഗോള സമൂഹം വലിയ ആശങ്കയോടെയാണ് ഈ സംഭവ വികാസങ്ങളെ വീക്ഷിക്കുന്നത്. പെർഷ്യൻ ഉൾക്കടലിലെ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ചെങ്കടലിലേക്കും ബാബ് അൽ മന്ദബ് കടലിടുക്കിലേക്കും യുദ്ധത്തിന്റെ അലയടികൾ വന്നെത്തിയിരിക്കുകയാണ്. യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതർ സൗദി അറേബ്യക്കെതിരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ചതോടെ ആഗോള എണ്ണ വിപണി വീണ്ടും കടുത്ത അനിശ്ചിതത്വത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ തിരുത്തിക്കുറിച്ചേക്കാവുന്ന ഈ പുതിയ പോർമുഖം എന്താണെന്നും അത് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. സന രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് സൗദി അറേബ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതെന്നാണ് ഹൂതി വിഭാഗം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. വർഷങ്ങളായി യമന് നേരെ സൗദി തുടരുന്ന ആക്രമണങ്ങൾക്കും ഉപരോധങ്ങൾക്കും തക്കതായ തിരിച്ചടി നൽകുമെന്നും കണ്ണിന് കണ്ണ് എന്ന തത്വത്തിലൂന്നിയായിരിക്കും ഇനി തങ്ങളുടെ പ്രതികരണമെന്നും വിമതർ മുന്നറിയിപ്പ് നൽകുന്നു. ചെങ്കടലിനെയും ഏദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ബാബ് അൽ മന്ദബ് കടലിടുക്ക് ലോകത്ത് സമുദ്രമാർഗം കടത്തിവിടുന്ന എണ്ണയുടെ വലിയൊരു ശതമാനം സഞ്ചരിക്കുന്ന അതിപ്രധാനമായ പാതയാണ്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് സൗദി അറേബ്യ തങ്ങളുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് പടിഞ്ഞാറൻ തുറമുഖമായ യാൻബുവിലേക്ക് ഈസ്റ്റ് വെസ്റ്റ് പെട്രോൾ ലൈൻ പൈപ്പ് ലൈൻ വഴിയാണ് പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ എത്തിച്ചിരുന്നത്. ഈ പൈപ്പ് ലൈൻ അവസാനിക്കുന്ന ചെങ്കടൽ പാതയിൽ ഹൂതികൾ തടസ്സം സൃഷ്ടിച്ചാൽ ആഗോള വിപണിയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ കുറഞ്ഞത് 7% പെട്ടെന്നുള്ള കുറവുണ്ടാകും. ഇത് യാഥാർത്ഥ്യമായാൽ വിപണിയിലുണ്ടാകുന്ന ആഘാതം പ്രവചനാതീതമായിരിക്കും. ഹൂതി വിമതരുടെ ഈ നാവിക ഭീഷണിയെ അതിശക്തമായ ഭാഷയിലാണ് സൗദി അറേബ്യ നേരിടുന്നത്. തങ്ങളുടെ എണ്ണക്കപ്പലുകളുടെ സുരക്ഷ വർദ്ധിപ്പിച്ച സൗദി വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര നാവിക ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഏതുതരം വെല്ലുവിളികളെയും സൈനികമായി ചെറുക്കുമെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കി. യമനിലെ ജനങ്ങൾക്ക് കാലങ്ങളായി തങ്ങൾ നൽകി വരുന്ന വികസന പദ്ധതികളും സാമ്പത്തിക സഹായങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് സൗദി ഹൂതികളുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത്. ബജറ്റ് സഹായം, ഇന്ധന വിതരണം, വൈദ്യുതി പ്ലാന്റുകളുടെ പ്രവർത്തനം, ഭക്ഷ്യസുരക്ഷ എന്നിവയ്ക്കായി വൻതുക സൗദി നീക്കിവെക്കുന്നുണ്ട്. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം 300-ലധികം ചരക്ക് കപ്പലുകൾ യമൻ തുറമുഖങ്ങളിൽ അവശ്യ വസ്തുക്കളുമായി എത്തിയത് സൗദിയുടെ പിന്തുണയോടെയാണെന്നും വിദേശകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ ഏദൻ വിമാനത്താവളത്തിലും എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളിലും ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾ ചൂണ്ടിക്കാണിച്ച് മേഖലയിലെ സമാധാനം തകർക്കുന്നത് വിമതരാണെന്നും UN മുൻകൈയെടുക്കണമെന്ന സമാധാന ശ്രമങ്ങൾക്ക് മാത്രമാണ് തങ്ങൾ പിന്തുണ നൽകുന്നതെന്നും സൗദി വ്യക്തമാക്കി. മേഖലയിലെ പ്രാദേശിക തർക്കങ്ങൾക്കപ്പുറം അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമാകുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത് വാഷിംഗ്ടണിൽ കടുത്ത അമർഷത്തിന് വഴിവെച്ചു. വടക്കൻ ഇറാഖിലും ആക്രമണങ്ങളിൽ സൈനികർക്ക് ജീവൻ നഷ്ടമായതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ രൂക്ഷമായ ഭീഷണിയുമായി രംഗത്തെത്തി. ഇനി ഒരു അമേരിക്കക്കാരന്റെ പോലും ചോര വീഴാൻ പാടില്ലെന്നും അത്തരം നീക്കങ്ങൾ തുടർന്നാൽ ആ കളി തീക്കളിയായി മാറുമെന്നും ഇറാൻ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സൈനികരുടെ മരണത്തിന് പ്രത്യാക്രമണം നടത്താൻ US സൈനിക മേധാവികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ US സെൻട്രൽ കമാൻഡ് തിരിച്ചടി തുടരുകയാണ്. ഈ അന്ത്യശാസനങ്ങളും പ്രതിരോധ നീക്കങ്ങളും മേഖലയെ ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക ശക്തമാകുന്നു. ഈ രാഷ്ട്രീയ സൈനിക അനിശ്ചിതത്വങ്ങൾ ആഗോള സാമ്പത്തിക വിപണിയിൽ വലിയ തരത്തിലുള്ള ഓളങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ബാബ് അൽ മന്ദബ് വഴി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളുടെ ഇൻഷുറൻസ് നിരക്കുകൾ ഇതിനോടകം തന്നെ കുത്തനെ ഉയർന്നു കഴിഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $90 കുതിച്ചെത്തിയെങ്കിലും പിന്നീട് നടന്ന ചില ചർച്ചകൾക്ക് പിന്നാലെ $88 ലെവലിലേക്ക് താഴ്ന്നു വന്നു. എങ്കിലും ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ വന്നതോടെ വില വീണ്ടും ഉയരുകയായിരുന്നു. ഹോർമൂസും ബാബൽ മന്ദബും ഒരുപോലെ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ലോകത്തെ ആകെ എണ്ണ വാതക വിതരണത്തിലെ 1/4 പൂർണ്ണമായും നിശ്ചലമാകുമെന്നാണ് വിപണി വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇത് ഇന്ത്യ അടക്കമുള്ള വൻകിട എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലെ നാണയപ്പെരുപ്പത്തിനും ഉൽപാദന മേഖലയിലെ പ്രതിസന്ധികൾക്കും കാരണമാകും. ഈ കടുത്ത യുദ്ധപ്രതീതിക്കിടയിലും നയതന്ത്ര തലത്തിലുള്ള സമാധാന ശ്രമങ്ങളും പിന്നാമ്പുറത്ത് സജീവമായി നടക്കുന്നുണ്ട്. അമേരിക്കയ്ക്കും ഇറാന്റെ നേതൃത്വത്തിലുള്ള അച്ചുതണ്ടിനുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ ആഭ്യന്തര കാര്യമന്ത്രി ഇസ്കന്ദർ മൊമേനി ഇസ്ലാമാബാദിലെത്തി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി സേനാ മേധാവി അസീം മുനീറുമായും നിർണായക ചർച്ചകൾ നടത്തി. വെടിനിർത്തൽ ധാരണ ലക്ഷ്യമിടുന്ന പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ മധ്യസ്ഥർക്ക് കൈമാറിയതായുള്ള വാർത്തകൾ പുറത്തുവന്നത് വിപണിക്ക് വലിയ ആശ്വാസം പകർന്നിട്ടുണ്ട്. എങ്കിലും ഹൂതികൾ പ്രഖ്യാപിച്ച നാവിക ഉപരോധം യാഥാർത്ഥ്യമായാൽ അതിനെ സൗദി അറേബ്യയും സഖ്യസേനയും ഏത് രീതിയിൽ ചെറുക്കുമെന്നതിൽ വ്യക്തതയില്ല. ചെങ്കടലിലൂടെയുള്ള സമുദ്രസഞ്ചാരം വീണ്ടും തടസ്സപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്കായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.